ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ വീണ്ടും ഒരു തവണയും കൂടി അക്കിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബുദാബിയിലുള്ള ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് കം ഫാമിലി മെമ്പേഴ്സ് നമ്മൾ വിളിക്കുന്നുണ്ട്. അവർ ഈവനിങ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കിയത് നൂഡിൽസാണ്. നിങ്ങളാരും ചിരിക്കണ്ട, നമ്മൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കി ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഉച്ച വരെ വർക്കുള്ളൂ. പിന്നെ ഒരു നേന്ത്രപ്പഴം പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ടോസ്റ്റ് പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് അവർ വരുമ്പോഴേക്കും ചെറുതായിട്ടുള്ള രീതിയിൽ ഒരു ഡെക്കറേഷൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള സാധനമൊക്കെ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പോയി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ആൻഡ് സിൽവർ ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈ ഫോയിൽ കൈൻഡ് ഓഫ് എന്താ പറയുക, ഫോയിലാണ്, നമ്മുടെ മറ്റേ ബലൂൺ പോലത്തെ അല്ല, ഫോയിലിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷേപ്സ് ആണ്. പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതെല്ലാം സ്റ്റാർസിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് ആ 2 ലീഫിൻ്റെ ഷേപ്പിലുള്ള ഐറ്റംസ്. അത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു വേസിൽ നമുക്കിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അവർ അതിൽ പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു സ്ട്രോ പോലത്തെ സംഭവം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ ബലൂൺസൊക്കെ നമ്മൾ പമ്പ് ചെയ്തിട്ട് എയർ നിറയ്ക്കുന്ന പോലെ നമുക്ക് അത്ര ഈസി അല്ല. ഈ ഒരു സ്ട്രോയിലൂടെ നമ്മൾ ഊതി തന്നെ ഈ ബലൂണ് പോലത്തെ ഈ ഫോയിലെല്ലാം നമ്മളിങ്ങനെ വീർപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊരു ടാസ്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു എഫേർട്ട്ഫുൾ പണിയാണ്. പക്ഷെ എന്നാലും ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാക്കറ്റ്സ് ഒന്നും മേടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് എണ്ണം ഉണ്ട്. ചെറിയ സൈസ്, മീഡിയം സൈസ്, വലിയ സൈസ്, അങ്ങനെ 3 സൈസസിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു റൂമിൻ്റെ വലിപ്പം കുറഞ്ഞു പോകും എല്ലാം കൂടി ഒട്ടിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ പിക്ക് ചെയ്തത്. എന്തായാലും നമുക്കിത് ഒട്ടിച്ചതിന് ശേഷം ഇതെങ്ങനെ ഉണ്ടാവും ഈ ഒരു ഇത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ആ ഒരു വോം ലൈറ്റിൻ്റെ ആ ഒരു ഇഫക്റ്റിലാണ്. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണുമ്പം ഇത് ഇതുപോലെ ഉണ്ടാവും. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ബ്ലൂ, സിൽവർ, പിന്നെ നടുവിൽ ഗോൾഡൻ കളർ ആ ഒരു ലെറ്റേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. കാരണം എല്ലാവരും വരുമ്പം ഇരിക്കാനുള്ള സൗകര്യം നമുക്കിവിടെ എല്ലാം വളരെ മിനിമലായിട്ടുള്ള സെറ്റപ്പ് അല്ല. അപ്പോൾ ഉള്ളതെല്ലാം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്, അതായത് അക്കിയുടെ 2nd ബർത്ത്ഡേ കേക്കാണ്. അങ്ങനെ എല്ലാവരും എത്തിത്തുടങ്ങി. കാരണം ഓൾമോസ്റ്റ് കുറച്ച് ലേറ്റായി നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാവരും വർക്കിംഗ് ആണല്ലോ, ഫ്രൈഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു ടൈമൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു അഞ്ജലിയും ശ്രീതാനോട് വന്നു കഴിഞ്ഞാൽ പരിപാടി തുടങ്ങാം. അപ്പോൾ എല്ലാവരും എത്തി. നമ്മൾ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടക്കുകയാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear Akira. Happy birthday to you. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും വന്ന് അക്കിക്ക് കേക്കൊക്കെ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മൾക്ക് തന്നെ തോന്നണം നമ്മൾ ആ സ്പെഷ്യലാണെന്നുള്ളത്. കാരണം 365 ഡേയ്സിൽ നമുക്കായിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആരും പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കരുത്. എത്ര ചെറിയ രീതിയിലാണെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടും എൻജോയ് ചെയ്യാനും ട്രൈ ചെയ്യണം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവരെല്ലാവരും വന്നതിലും. ഈ ഒരു ബർത്ത്ഡേ ഇതുപോലെ വീണ്ടും ഒന്നും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതിലും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അക്കിക്ക് ഇത് എല്ലാവരും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റിജോ ചേട്ടൻ വന്നിട്ടുണ്ട്. റിജോ ചേട്ടൻ എന്ന് പറയണത് അക്കിയുടെ റൂംമേറ്റ് ആയിട്ട് ബെസ്റ്റ് ബഡ്ഡി ആയിട്ട് മാറിയ ഒരാളാണ്. പുള്ളിക്കാരൻ്റെ വൈഫും ഇപ്പം നമ്മളെല്ലാവരും ഭയങ്കര നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പിന്നെ ഇത് ദിലീഷ് ഭായ് അക്കിയുടെ കൊളീഗാണ്. പക്ഷെ കൊളീഗ് പോലെയല്ല, നമ്മുടെ ഒരു എൽഡർ ബ്രദർ എന്നൊക്കെ ഉള്ള ഒരു ഫീലാണ് നമുക്ക് ദിലീഷ് ഭായിയുടെ അടുത്ത് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഓരോ കോമഡിയും കാര്യങ്ങളൊക്കെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. തീർച്ചയായും
സീനിയർക്കെതിരെ 2 ഡയലോഗ് കാണിക്കാൻ അതിനുള്ള എനർജിയാണ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വരുമ്പം നമ്മൾ ഗേൾസ് എല്ലാവരും ഒരു ടീമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. പിന്നെ അത് മാറി മറിഞ്ഞ് എല്ലാവരും കൂടി ഒരു ടീമായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ ബോയ്സ് എല്ലാവരും കൂടിയിട്ട് ഇവരെല്ലാവരും കൂടി പോയി കിച്ചണിൽ പോയി ഭയങ്കര കാര്യമായിട്ട് ഇവർ ഓംലേറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. 4 പേരും കൂടി ഉണ്ടാക്കുന്ന ഈ ഒരു ഓംലേറ്റ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും അപ്പുറത്തിരുന്ന് വെയിറ്റ് ചെയ്യാണ് ഇവരൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതെങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 4 കൈകൾ ചേർന്നിട്ട് ഉണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് എന്തായിരിക്കും എന്നറിയാനുള്ളൊരു കൗതുകം. എന്താണേലും ഇവരെല്ലാവരും ഭയങ്കര കുക്കിങ്ങും പരിപാടിയിലൊക്കെ ആണ്. പിന്നെ നമ്മൾ ഡിന്നറിന് ഓർഡർ ചെയ്തത് ഇവിടെ അബുദാബിയിലുള്ള റിതാജ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അവർ മെയിൻലി ഹൈദരാബാദി ബിരിയാണിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബക്കറ്റും പിന്നെ അതുപോലെ മട്ടൻ ബക്കറ്റാണ് ഇവരുടെ. അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബിരിയാണിയാണ്. പിന്നെ കുറച്ച് സ്നാക്സ്, ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവരുടെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഓംലേറ്റ് വന്നു. ഓംലേറ്റ് അല്ലായിരുന്നു, അത് സ്ക്രാമ്പിളായി വന്നു ലാസ്റ്റ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കലാപരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ നല്ല പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഈവനിങ് തന്നെയായിരുന്നു അത്. നമ്മൾ അതിന് ശേഷം എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും തിരിച്ചു പോകേണ്ട ടൈമായി. കാരണം ഓൾമോസ്റ്റ് ലൈക്ക് എനിക്ക് തോന്നുന്നു 1:30 ആയി, പുലർച്ചെ ഒരു 1:30 ടൈമിംഗ് ഒക്കെ ആയി. അപ്പോൾ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും വന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് ഇത്രയും അടിപൊളിയാക്കി തന്നതിൽ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇവരൊക്കെ പോയതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി. ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഈ ഒരു ദിവസം എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മോർണിംഗ് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ച് ക്ലീനിങ് പരിപാടികളും ഒക്കെ ഉണ്ട്. പിന്നെ ലോണ്ട്രി പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാൻ പോവാണ്. ഞാൻ യൂഷ്വലി എപ്പോഴും 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് വാഷ് ചെയ്യാറ്. അപ്പം അത് ചിലത് കളർ ഇങ്ങനെ ഫെയ്ഡ് ചെയ്യണത് മാറ്റിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും വാഷ് ചെയ്യാറ്. എന്തായാലും ആ ഒരു പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിച്ചണിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു സൗകര്യമൊക്കെ ഉള്ളത്. വാഷിംഗ് മെഷീൻ കിച്ചണിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഡിറ്റർജൻ്റാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പേഴ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഓമോ എന്ന് പറയുന്ന ഒരു ഡിറ്റർജൻറ്റ് കിട്ടും. ഒന്നില്ലെങ്കിൽ ഇത് 2 ഏതെങ്കിലും ഒന്നാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. അതേപോലെ കംഫർട്ട് എപ്പോഴും ഇടാറുണ്ട്. കാരണം അപ്പോഴാണ് നമ്മളൊരു നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ടാവുക ഡ്രസ്സിലും ഒക്കെ. കാരണം ഇവിടെ നമുക്ക് ഉണക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത് അത്ര സ്പേഷ്യസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഇടാറ്. അപ്പം ഈ ഒരു കംഫർട്ടും കൂടി നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഫ്രേഗ്രൻസ് ഒട്ടും ഉണ്ടാവില്ല നമ്മുടെ ക്ലോത്തിങ്ങിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ബോംബെ ടോസ്റ്റ് എന്ന് പറയും. ഇതെൻ്റെ അമ്മൂമ്മ എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്നൊരു സംഭവമാണ്. നമ്മുടെ പാലും മുട്ടയും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും പഞ്ചസാരയും ഇതെല്ലാം ഇട്ടിട്ട് നന്നാക്കി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് ബ്രെഡിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എല്ലാം ബാക്ക് ടു നോർമൽ ആക്കണം. അപ്പം ഇതിൻ്റെ ഈ ഒരു ഫോയിൽ
നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യണമെങ്കിൽ, യൂഷ്വലി ഞാൻ ഒരിക്കലും റീയൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതെനിക്ക് നല്ല ഭംഗിയുള്ളതുകൊണ്ട് എനിക്ക് എടുത്തു വെക്കണം എന്ന് തോന്നി. നമ്മളിത് തുടക്കത്തിൽ ഊതാൻ വേണ്ടി യൂസ് ചെയ്ത അതേ സ്ട്രോ തന്നെ വെച്ചിട്ട് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പം പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് സ്രാവ് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് ആവശ്യമുള്ള നമുക്ക് ഇതേപോലെ തേങ്ങാപ്പീര ആവശ്യമാണ്, പിന്നെ കുറച്ച് ചെറിയുള്ളി, പിന്നെ സാദാ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മളിത് നന്നായിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ മീൻചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 20 ചെറിയുള്ളിയാണത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും നേരെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ളതുമാണ് ആവശ്യമുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ ഒന്ന് എണ്ണ ഇതൊക്കെ ചൂടായതിന് ശേഷം കടുകും നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതും നമ്മൾ വീണ്ടും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി 20 ചെറിയുള്ളി വേണം, എന്നാലേ നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ എടുക്കുന്നത് 1/2 കിലോ ടു 3/4 കിലോയുടെ ഇടയിലുള്ള അളവിലാണ് മീൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1.5 നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ ഇതൊരു ലിഡ് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലിഡ് വെച്ചിട്ട് ഇത് ഒരു 2 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടിയിൽ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ജാറിലേക്ക് കുറച്ചും കൂടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് അതും കൂടി ഈ മീൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 പീസ്, ചെറിയ പീസാണ് കേട്ടോ, 5 പീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു കറി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇനി ഇതിലേക്ക് മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഉപ്പൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തിളച്ച് വരുമ്പം നമ്മൾ അതിലേക്ക് ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ സ്രാവ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കുക്കിംഗ് ടൈം മതി, പെട്ടെന്ന് ഇത് കുക്കാവും. പിന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരിക്കലും പിന്നെ നമ്മുടെ തവി വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഇട്ട ഉടനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചട്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇട്ട ഉടനെ തന്നെ ഒന്ന് നന്നായി യോജിപ്പിക്കുകയാണ്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവുക ചട്ടി ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടാവുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ആണ്. എനിക്ക് ഫിഷ് അത്ര ഞാൻ ഫേവററ്റ് അല്ല, പക്ഷേ എനിക്ക് ഫിഷിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പ്രോൺസും ഈ ഒരു സ്രാവുമാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കറി ആയിരുന്നു. ഞാനിപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ ലാസ്റ്റായിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആവും കേട്ടോ. ഈ മീൻകറി വെക്കുന്തോറാണല്ലോ അതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ കുറച്ച് രാത്രിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മാന്തൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പൊരിച്ചു. ഇതും മീൻകറിയും ചോറുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ് ആയപ്പം ഞങ്ങൾ ജസ്റ്റ് അൽവാദ മോളിലേക്കൊന്ന് പോയി. കാരണം അക്കിയുടെ ആ ഒരു ഹുഡി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഹുഡി കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാനായിട്ട് അവിടെ തന്നെയുള്ള ഒരു കഫേയിൽ കയറി ഈ കാണുന്ന ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇതാക്കി ഇത് അടുത്ത സൈസ് ഇട്ട് നോക്കുകയാണ്. ഇത് ഓക്കെയാണ് സൈസ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്.
പിന്നെ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഹോം സെൻറ്ററിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പുതിയത് വന്നേന്നുള്ളത്. അത് എപ്പോൾ പോകുമ്പോഴും ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കയറും. കാരണം ഇപ്പോൾ ക്രിസ്മസ് വൈബ്സ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ല പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചതേ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.